ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. 555 ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം, ഒട്ടും വൈകിക്കാതെ തന്നെ. ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എത്രമാത്രം വലുതാണെന്ന് ഈ റീഡിങ്ങിലുണ്ട്. നമ്മൾ ദൈവനിയോഗത്താൽ ഒന്നിക്കുവാൻ വിധിക്കപ്പെട്ട വ്യക്തികളാണ് എന്ന് ഈ വ്യക്തി വിശ്വസിക്കുന്നു. ഈ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് റീഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ വളരെ പ്രധാനമായിട്ട് നമ്മളൊരു 7 കാർഡ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അവസാനം കുറച്ച് ക്ലൂസും കൂടി എടുത്തിട്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം, ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ വളരെ പോസിറ്റീവായിട്ട് തന്നെ വിചാരിച്ചുകൊണ്ട് ഈ റീഡിംഗ് മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം. ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ എങ്ങനെയാണ് നിലകൊള്ളുന്നത്? അതായത് ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ എങ്ങനെയാണ് നിലകൊള്ളുന്നത്? അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ഈ പേഴ്സൺ നിങ്ങളെ കാണുന്നത്? ഏത് അർത്ഥത്തിലാണ് നിങ്ങളെ ഈ പേഴ്സന്റെ മനസ്സിൽ പ്രതിഷ്ഠിപ്പിച്ചിട്ടുള്ളത്? ഈ ഒരു എനർജിയാണ് നമ്മൾ ഏറ്റവും ആദ്യം തന്നെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കാർഡിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് എനർജി. നമുക്ക് നോക്കാം. ദ ക്യൂൻ ഓഫ് സ്ക്രോൾസ് ആണ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, വളരെ മനോഹരമായിട്ടുള്ള ഒരു ലേഡിയുടെ എനർജിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. തിരുനെറ്റിയില് വളരെയധികം ഒരു പ്രകാശമൊക്കെ വരുന്ന, തേർഡ് ഐ ചക്രയൊക്കെ വളരെയധികം ആക്റ്റീവ് ആയിട്ടുള്ള, വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ലേഡി. ഇത് സൗന്ദര്യത്തിൽ മാത്രമല്ല മുന്നിട്ട് നിൽക്കുന്നത്, അതിനോടൊപ്പം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് വളരെയധികം അറിവുകളുള്ള, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ലേഡീനെയാണ് സൂചിപ്പിക്കുന്നത്. ലേഡി ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ, ഇപ്പൊ രണ്ടുപേരുടെയും കൂടി ഒരു പിക്ചർ നമുക്ക് ഈ ഒരു കാർഡിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. അതുകൊണ്ട് ലേഡിയുടെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ വ്യക്തി ഏതാണോ, അല്ലെങ്കിൽ നിങ്ങൾ ഏത് ഇതാണോ അതിൽ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ ലേഡിയുടെ എനർജിയാണ് വന്നിട്ടുള്ളത്, ലേഡിയുടെ ഒരു പിക്ചറാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ തീർച്ചയായിട്ടും ഈ പേഴ്സന്റെ മനസ്സിൽ നിങ്ങൾ എങ്ങനെയാണ് നിലകൊള്ളുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യു ആർ ലൈക്ക് എ ക്വീൻ. നിങ്ങൾ ലേഡീസ് ആണെങ്കിൽ ക്വീൻ ആണ്, നിങ്ങൾ ആണുങ്ങളാണെങ്കിൽ കിങ് ആണ്. ഓക്കെ, രാജാവാണ്. അതായത് ആ ഒരു ലെവലിലാണ് ഈ പേഴ്സൺ നിങ്ങളെ നോക്കിക്കാണുന്നത്. അത് ഏതൊക്കെ മേഖലകളിലാണ് എന്ന് ചോദിച്ചാൽ, അറിവിന്റെ കാര്യത്തിലായാലും ഫിനാൻഷ്യൽ പരമായിട്ടുള്ള കാര്യങ്ങളിലാണെങ്കിലും, ജീവിതത്തിന്റെ എക്സ്പീരിയൻസ് ആണെങ്കിലും, അതായത് ജീവിതത്തിന്റെ അനുഭവങ്ങൾ വെച്ചിട്ടാണെങ്കിലും, എല്ലാ തലത്തിലും ഈ പേഴ്സൺ നിങ്ങളെ വളരെയധികം ഉയർന്ന തലത്തിൽ തന്നെയാണ് നോക്കിക്കാണുന്നത്. ഓക്കെ, അത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണുവാൻ സാധിക്കുന്നത്, ഈ പേഴ്സണ് ഏറ്റവും കൂടുതൽ നിങ്ങളിൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കോട്ടെ, എന്തൊക്കെ നല്ല കാര്യങ്ങൾ ഉണ്ടായിക്കോട്ടെ, നിങ്ങൾക്ക് എന്തൊക്കെ കഴിവുകൾ ഉണ്ടായിക്കോട്ടെ, ഒറ്റപ്പെട്ടോട്ടെ, എന്തൊക്കെയാണെങ്കിൽ പോലും നിങ്ങൾ വളരെയധികം മര്യാദക്കാരാണെന്നാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത്. മര്യാദയുള്ളൊരു സ്ത്രീ അല്ലെങ്കിൽ മര്യാദയുള്ളൊരു പുരുഷൻ. ഓക്കെ, അതായത് നിങ്ങൾക്ക് ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു എത്തിക്സ് ഉണ്ട്, ഒരു മര്യാദകള്, ചിട്ടകള്, അല്ലെങ്കിൽ നമ്മൾ പറയില്ല ഒരു ജീവിത രീതി, അല്ലെങ്കിൽ ഒരു മര്യാദ, അല്ലെങ്കിൽ ഒരു ബഹുമാനം. ഓക്കെ, അങ്ങനെ ഒരു അച്ചടക്കം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളിൽ നല്ല രീതിയിൽ തന്നെ ഉണ്ട് എന്നാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത്. അത് വിശ്വാസം മാത്രമല്ല, നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യവും കൂടിയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും പറയാൻ സാധിക്കുന്നത്, നിങ്ങൾ ഈ പേഴ്സന്റെ ലൈഫിലേക്ക് വന്നതോടു കൂടിയാണ് ഈ പേഴ്സന് ഒരുപാട് മേഖലകളിൽ മെച്ചപ്പെടാനായിട്ട് സാധിച്ചത്. ഇപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവുണ്ടായിരിക്കാം. സോ ഈ പേഴ്സണും നിങ്ങൾ തമ്മിൽ ഒരു പദ്ധതി ഇട്ടു, അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പിൽ ഒരു ബിസിനസ് തുടങ്ങി. സോ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ റിസൾട്ട് ലഭിച്ചു, അല്ലെങ്കിൽ ഈ പേഴ്സണ് നല്ല രീതിയിൽ തന്നെ ഉയരാൻ സാധിച്ചു. ഇനി അതല്ല എങ്കിൽ അറിവ് പകർന്നു കൊടുക്കുന്ന കാര്യത്തിൽ,
ഇപ്പൊ നിങ്ങൾ വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം, ടീച്ചർ ആയിരിക്കാം, ടീച്ചിങ് പ്രൊഫഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ വളരെയധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കാം. അപ്പോൾ ആ ഒരു മേഖലയിലൊക്കെ ആണെങ്കിൽ പോലും ഈ പേഴ്സണ് ധാരാളം സഹായങ്ങൾ ലഭിച്ചിട്ടുള്ള, അല്ലെങ്കിൽ മനസ്സറിഞ്ഞ് നിങ്ങൾ ഒരുപാട് പുണ്യപ്രവർത്തികൾ ഈ പേഴ്സന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് ഈ വ്യക്തി വിശ്വസിക്കുന്നത്. അതിലൊക്കെ ഈ പേഴ്സൺ വളരെയധികം നന്ദിയോട് കൂടി തന്നെയാണ് നിങ്ങളെ ഓർക്കുന്നത്. ഓക്കെ, അത് മാത്രമല്ല ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ആ ഒരു എന്താ പറയാ, ആദ്യം നിങ്ങൾ രണ്ടുപേരും ഒരു ഫ്രണ്ട്ഷിപ്പിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ആദ്യം ഒരു സുഹൃത്ത് ബന്ധമായിട്ടാണ് ഇത് തുടങ്ങി വെച്ചത്. അതിനുശേഷമാണ് ഇതൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നത്, അല്ലേ? അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സണെ ഏറ്റവും കൂടുതൽ ഈ ലോകത്തിൽ വെച്ചിട്ട് വളരെ ആഴത്തിൽ മനസ്സിലാക്കിയിട്ടുള്ള ഒരേ ഒരു വ്യക്തി അത് നിങ്ങൾ മാത്രമാണ് എന്നാണ് ഈ വ്യക്തി വിശ്വസിക്കുന്നത്. കാരണം ഈ പേഴ്സന്റെ ഇല്ലായ്മ, പോരായ്മ, പോസിറ്റീവ്, നെഗറ്റീവ്സ് എല്ലാം തന്നെ നിങ്ങൾക്കറിയാം. ഈ പേഴ്സണ് ഇഷ്ടപ്പെടുന്ന കളറ്, ഭക്ഷണം, വസ്ത്രം, ഇതെല്ലാം നിങ്ങൾക്കറിയാം. ഒരുപക്ഷെ ഈ വ്യക്തിയുടെ സ്വന്തം പാരന്റ്സിന് പോലും, അല്ലെങ്കിൽ കൂടെ താമസിക്കുന്ന ആൾക്കാർക്ക് പോലും ഈ പേഴ്സൺ അത്രയും ശ്രദ്ധിക്കുന്നുണ്ടാവില്ല, അത്രയും വേണ്ട രീതിയിൽ കെയർ കൊടുത്തിട്ടില്ലായിരിക്കാം, ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ലായിരിക്കാം. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ കൂടെ ആയിരുന്നപ്പോൾ എത്രമാത്രം ഹൈ ലെവലായിട്ട്, ഹൈ ക്വാളിറ്റി ആയിട്ട് നിങ്ങൾക്ക് ഈ പേഴ്സണെ നോക്കാൻ പറ്റിയിട്ടുണ്ട്. അത്രയും നിങ്ങളുടെ 100% കൊടുത്തിട്ടാണ് നിങ്ങൾ ഈ പേഴ്സന്റെ കൂടെ നിന്നിരുന്നത്. അതുപോലെ ഫിനാൻഷ്യൽ പരമായിട്ടുള്ള സഹായങ്ങളാണെങ്കിലും മറ്റ് എല്ലാ കാര്യങ്ങളിലാണെങ്കിലും നിങ്ങൾ വളരെയധികം ഈ പേഴ്സന്റെ കാര്യത്തിൽ ഡെഡിക്കേറ്റഡ് ആയിരുന്നു. വളരെയധികം സമർപ്പണ ബോധത്തോടു കൂടിയാണ് നിങ്ങൾ ഈ പേഴ്സന്റെ കൂടെ നിന്നിരുന്നത് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പേഴ്സൺ വിശ്വസിക്കുന്നത്, ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ നോ കോണ്ടാക്റ്റിലേക്കോ ബ്രേക്കപ്പിലോട്ടോ ഒക്കെ പോയാൽ പോലും നിങ്ങൾ ഒരിക്കലും തകർന്നു പോകത്തില്ല എന്ന് ഈ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ ഒറ്റയ്ക്ക് ജീവിച്ച് ജയിച്ചു വന്ന ആൾക്കാരാണ്. അപ്പൊ നിങ്ങൾക്ക് ഏതൊരവസ്ഥയിലും ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റും. പക്ഷെ ഈ പേഴ്സണെ കൊണ്ട് സാധിക്കില്ല. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു പേടിയുള്ള ഒരു കാര്യമാണ് ഈ പേഴ്സണ്. അപ്പോ നിങ്ങൾ ഈ പേഴ്സന്റെ മനസ്സിൽ നിലകൊള്ളുന്നത് ഇത്രയും ക്വാളിറ്റി ഉള്ള ഒരു വ്യക്തിയായിട്ടാണ്. അത് പറയാതിരിക്കാൻ വയ്യ. അത് നിങ്ങൾ സ്ത്രീ ആണെങ്കിൽ ക്യൂൻ ആയിട്ടും പുരുഷനാണെങ്കിൽ കിങ് ആയിട്ടാണ് ഈ പേഴ്സൺ നിങ്ങളെ കാണുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഫസ്റ്റ് എനർജി തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. ഇനി നമുക്ക് സെക്കൻഡ് എനർജിയിലേക്ക് പോകാം. നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാതായപ്പോൾ എന്താണ് ഈ വ്യക്തിക്ക് സംഭവിച്ചത്? ഓക്കെ, നമുക്ക് അത് നോക്കാം. കാരണം എപ്പോഴാണോ നിങ്ങൾ ഒരു നോ കോണ്ടാക്റ്റിലേക്ക്, അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലേക്ക്, അല്ലെങ്കിൽ ഒരു ബ്രേക്ക് എടുത്ത് നിങ്ങൾ എപ്പോഴാണോ ഈ പേഴ്സണിൽ നിന്നും മാറിപ്പോയത്, സാന്നിധ്യമില്ലാതെ ആയത്, അതിനുശേഷം ഈ പേഴ്സൺ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ദി ട്രഷർ ആണ് കിട്ടിയിട്ടുള്ളത്. 2 ഓഫ് കീസ് ആണ് കിട്ടിയിട്ടുള്ളത്. 2 താക്കോൽ കൂട്ടങ്ങൾ. 2 ഓഫ് കീസ്, 2ന്റെ എനർജിയാണ്. ദ ട്രഷർ ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു സ്ഥലത്ത് ഡ്രസ്സൊക്കെ വലിച്ചു വാരി ഇട്ടിരിക്കുന്നു, കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ തകർത്തിട്ടുണ്ട്. അതുപോലെ എന്താ പറയുക, ഒരു പൊളിക്കുക, അങ്ങനെയൊക്കെ വേണമെങ്കിൽ ബ്രേക്ക് ചെയ്യുക. അതായത് നിധിക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണമാണ്. ദ ട്രഷർ എന്ന് പറയുന്നത് പോലെ നിധിവേട്ടയാണല്ലേ, നിധിയെയാണ് സൂചിപ്പിക്കുന്നത്. ആ ഒരു നിധി എന്ന് പറയുന്നത് നിങ്ങളാണ്. അപ്പൊ നിങ്ങളുടെ ആ ഒരു സാന്നിധ്യം, കാരണം ഈ പേഴ്സന്റെ ഫേസ് കണ്ടാൽ അറിയാം വളരെ വിഷമിച്ചാണ് നിൽക്കുന്നത്, അല്ലെ? കരഞ്ഞോണ്ട് നിൽക്കുന്ന ഒരു എക്സ്പ്രഷൻ ആണത്, അല്ലെ? ഒരിക്കലും ചിരിച്ചോണ്ട് നിൽക്കുന്നതോ അല്ലെങ്കിൽ സന്തോഷിച്ചോണ്ട് നിൽക്കുന്നതോ അല്ല. ന്യൂ മൂൺ എനർജിയാണ്, അതും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ ഈ പേഴ്സൺ ഇപ്പൊ നമ്മൾക്കൊരു നിധി ഉണ്ടെന്ന് വിചാരിക്കുക, വളരെ ക്വാളിറ്റി ആയിട്ടുള്ള വില പിടിപ്പുള്ള ഒരു കാര്യം, ഒരു സ്വർണ്ണാഭരണം ഉണ്ടെന്ന് വിചാരിക്കുക. അത് പെട്ടെന്ന് കളവ് പോയി. നമ്മളുടെ എക്സ്പ്രഷൻ എന്തായിരിക്കും? നമ്മളുടെ അവസ്ഥ എന്തായിരിക്കും? വളരെ ദയനീയമായിരിക്കും, അല്ലെ? നമ്മൾ പേടിക്കും, വിഷമിക്കും, നഷ്ടാണത്. അതേ ഫീലിങ്സ് ആണ് ഈ പേഴ്സണ്. നിങ്ങൾ എപ്പോഴാണോ ഈ പേഴ്സണെ ഉപേക്ഷിച്ചിട്ട് പോയത്, അല്ലെങ്കിൽ എപ്പോഴാണോ നിങ്ങൾ ഈ പേഴ്സണോട് ഗുഡ് ബൈ പറഞ്ഞിട്ട് പോയത്, അല്ലെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ഗുഡ് ബൈ പറഞ്ഞിട്ട് പോയപ്പോൾ എന്താണോ അത്, ഈ ഒരു അവസ്ഥയാണ് കാണിക്കുന്നത്. ആ ഒരു നിധി നഷ്ടപ്പെട്ടു പോയ രാജകുമാരന്റെ അല്ലെങ്കിൽ രാജകുമാരിയുടെ അവസ്ഥയാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ നിധി കളഞ്ഞു പോയി, അതെങ്ങനെയെങ്കിലും അന്വേഷിച്ച് കണ്ടെത്തി തിരിച്ചു പിടിക്കാനാണ് നോക്കുന്നത് ഈ പേഴ്സൺ. ഓക്കെ,
അപ്പൊ തീർച്ചയായിട്ടും എല്ലാത്തിൽ നിന്നും റിക്കവർ ആകാനായിട്ട് ഈ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട്. ഒന്നുമില്ലായ്മ അല്ലെങ്കിൽ തെറ്റുകാരൻ തെറ്റുകാരി ഇതൊക്കെയാണ് ഈ പേഴ്സന്റെ മനോഭാവം. അതായത് നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാതായപ്പോൾ മുതൽ തൊട്ട് തന്നെ ചിലപ്പോൾ ഈ പേഴ്സന്റെ കൂടെയുള്ള ഫ്രണ്ട്സ് അല്ലെങ്കിൽ നിങ്ങളും ഈ പേഴ്സണും തമ്മിലുള്ള മ്യൂച്വൽ ഫ്രണ്ട്സ് ഉണ്ടാകുമല്ലോ, മ്യൂച്വൽ ഫ്രണ്ട്സ്, അവര് കൊളീഗ്സ്, അറിയാവുന്ന ആൾക്കാരൊക്കെ ഈ പേഴ്സണെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടാകാം. ദിസ് ഇസ് ബിക്കോസ് യുവർ ഇമ്പോർട്ടൻസ് അത്രയും മറ്റുള്ളവർക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ. അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സൺ ഒരു വിക്ടിമൈസേഷൻ, ഒരു വിക്ടിം കാർഡിൽ നിൽക്കുകയാണ്. സ്വന്തമായിട്ട് തെറ്റുകാരനാണ്, ഒറ്റപ്പെട്ടു, ആ ഒരു എനർജിയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത്. ഓക്കെ, നിധി നഷ്ടപ്പെട്ടു പോയ ഒരു രാജകുമാരൻ അല്ലെങ്കിൽ ഒരു രാജകുമാരി. അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സൺ അത് നിങ്ങളുടെ അടുത്ത് പൂർണ്ണമായിട്ടും ഈ പേഴ്സന്റെ ഫീലിങ്സ് നിങ്ങളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യണമെന്ന് വളരെ നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അതിനും കഴിയാത്ത ഒരവസ്ഥയായിട്ട് കാണിക്കുന്നു. ചിലപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് എത്തിച്ചേരാൻ പറ്റാത്ത ഒരവസ്ഥയായിരിക്കാം, അല്ലെങ്കിൽ എന്താ പറയാ, സാഹചര്യങ്ങൾ പ്രതികൂലമായിരിക്കാം. കുറെ കാലം നിങ്ങൾ ഈ പേഴ്സന്റെ പുറകെ നടന്നായിരുന്നു, പക്ഷെ അപ്പോഴൊന്നും ഈ പേഴ്സൺ മൈൻഡ് പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോ ഈ പേഴ്സൺ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് നിങ്ങളെ ചേസ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഇതിലൂടെ നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ നിങ്ങൾക്ക് അനുകൂലമായിട്ടാണോ ഈ വ്യക്തി നിൽക്കുന്നത്? സ്വന്തമായി ഒരു നിലപാട് ഈ വ്യക്തിക്കുണ്ടോ? അതായത് ഇപ്പോ എന്ത് സിറ്റുവേഷൻ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഈ പേഴ്സൺ അനുകൂലമായിട്ട് ഇപ്പോഴും നിൽക്കുന്നുണ്ടോ? നിങ്ങളുടെ കാര്യത്തിൽ സ്വന്തമായിട്ട് ഈ വ്യക്തിക്ക് ഒരു നിലപാടുണ്ടോ, ഒരു തീരുമാനമുണ്ടോ എന്നാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത്. ലെറ്റ് us see what will be the energy. ദ കിങ് ഓഫ് റോസസ് ആണ് കാണിക്കുന്നത്. നമുക്ക് കാണാൻ സാധിക്കും വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗാർഡൻ ആണ് അല്ലേ, വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗാർഡൻ ആണ്. നല്ല നല്ല ഭംഗിയുള്ള പൂന്തോട്ടം ഇതൊക്കെ കാണിക്കുന്നുണ്ട്. അവിടെ ഒരു പൂവ്, അവിടെ ഒരു റോസാപ്പൂ കയ്യിൽ വെച്ചിട്ട് എന്താണ് ഈ പേഴ്സൺ ഇങ്ങനെ അതിന്റെ മനോഹാരിത നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇതിപ്പോ നിങ്ങളുടെ അർത്ഥത്തിൽ കിങ് ആകാം, ക്യൂൻ ആകാം, അതാ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എടുത്താൽ മതി. അപ്പോൾ ഈ ഒരു പേഴ്സൺ വളരെയധികം അതിന്റെ ഒരു ഭംഗി നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഓക്കെ, ദ പേഴ്സൺ ലൈക്ക് ദ റോൾ ഓഫ് ദ ഫാമിലി. അതായത് ഈ പേഴ്സൺ ഏറ്റവും ഇഷ്ടമുള്ള ഒരു റോൾ എന്ന് പറയുന്നത് ഒരു ഫാമിലി മാൻ ആവുക എന്നുള്ളതാണ്, ഒരു ഗൃഹനാഥൻ അല്ലെങ്കിൽ ഒരു ഗൃഹനാഥ ആവുക എന്നുള്ളതാണ്. ആൻഡ് ഇറ്റ്സ് ഓൾ വിത്ത് യു. നിങ്ങളുമായിട്ട് ഒരു ഫാമിലി ലൈഫ്, മനോഹരമായിട്ടുള്ള വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള, എല്ലാവരും വളരെ സന്തോഷത്തോടെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളെ മാതൃകയാക്കുന്ന രീതിയിലുള്ള ഒരു ദാമ്പത്യ ജീവിതമാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. കാരണം ഒരു ഫാമിലി വളരെയധികം ഈ പേഴ്സൺ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെയധികം ഇഷ്ടമാണ്. ഇപ്പൊ നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പിലായിരുന്നപ്പോൾ പോലും ഈ പേഴ്സൺ പറഞ്ഞിട്ടുണ്ടാകാം നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു ഫാമിലി സ്റ്റാർട്ട് ചെയ്യണം, ഒരുമിച്ച് ജീവിക്കണം, അല്ലെങ്കിൽ കുട്ടികൾ, അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചൊക്കെ നിങ്ങളും ഈ പേഴ്സണ് തമ്മിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാകാം. ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് നാളും കൂടി കഴിഞ്ഞിട്ട് മതിയെന്നായിരിക്കാം ഒരു ഫാമിലി ഒക്കെ, ഒരു കമ്മിറ്റ്മെന്റ് ഒക്കെ. പക്ഷെ ഈ പേഴ്സണ് വളരെ പെട്ടെന്ന് തന്നെ ഒരു ഫാമിലി സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ അത് ഈ പേഴ്സണ് വളരെയധികം ഇഷ്ടമാണ്. കാരണം അത്രയും ഫാമിലിയെ സ്നേഹിക്കുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത്. മേ ബി ഒരുപാട് റിലേറ്റീവ്സും ഒരുപാട് ഫാമിലി മെമ്പേഴ്സും അച്ഛൻ്റെ അമ്മയുടെയും സ്നേഹം, കരുതൽ, പ്രൊട്ടക്ഷൻ ഇതെല്ലാം കിട്ടി വളർന്നിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം ഈ വ്യക്തി. അപ്പൊ അതുകൊണ്ട് തന്നെ സ്നേഹത്തിന്റെയും ആ ഒരു ഫാമിലി ലൈഫിന്റെയും ഇമ്പോർട്ടൻസ് കംപ്ലീറ്റ് ആയിട്ട് അറിഞ്ഞിട്ടുള്ള, അനുഭവിച്ചിട്ടുള്ള ഒരു പേഴ്സണും കൂടിയാണ് ഈ വ്യക്തി. അപ്പൊ അതുകൊണ്ട് നിങ്ങളായിട്ട് ഒരിക്കലും ഒരു കുറച്ചു നേരത്തേക്കുള്ള ഒരു ഡേറ്റിങ്ങോ അല്ലെങ്കിൽ കുറച്ചു നേരത്തേക്കുള്ള ഒരു സംസാരം, ജസ്റ്റ് ഒരു മീറ്റപ്പ്, അത് മാത്രമല്ല ഈ പേഴ്സൺ ആഗ്രഹിച്ചിരുന്നത്. കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു. ഈ ഒരു റിലേഷൻഷിപ്പ് കംപ്ലീറ്റ് ഒരു കമ്മിറ്റ്മെന്റിലേക്ക് കൊണ്ടുപോകണം എന്നുള്ള ആ ഒരു പ്രതീക്ഷ തന്നെയായിരുന്നു ഈ പേഴ്സണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. ഓക്കെ, ദ കിങ് ഓഫ് റോസസ് ആണ് കാണിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സൺ എത്ര മനോഹരമായിട്ടുള്ള സ്ഥലത്താണ് അല്ലെ, നമുക്ക് ഈ ഒരു കാർഡ് കണ്ടാൽ അറിയാം വളരെ മനോഹരമായിട്ടുള്ളൊരു രാജകീയമായിട്ടുള്ളൊരു സ്ഥലത്താണ് നിൽക്കുന്നത്. പക്ഷെ എങ്കിൽ പോലും ഈ പേഴ്സൺ അന്വേഷിക്കുന്നത് നിങ്ങളെയാണ്, നിങ്ങളുടെ സ്നേഹമാണ്, നിങ്ങളുടെ സാന്നിധ്യമാണ്. ഓക്കെ, ഇതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. സോ ഈ പേഴ്സൺ ഒരിക്കലും വിചാരിച്ചിട്ടില്ല നിങ്ങളുമായിട്ട് ഇത്രയും ഒരു പ്രശ്നത്തിലേക്ക് പോകുമെന്ന്, അല്ലെങ്കിൽ ഒരു സെപ്പറേഷനിലേക്ക് പോകുമെന്ന് ഒരിക്കലും ഈ പേഴ്സൺ വിചാരിച്ചിട്ടില്ല. അത് മറ്റൊരു സത്യമാണ്.
ഓക്കെ, ഈ പേഴ്സൺ അങ്ങനെ ഒന്നും വിചാരിച്ചിട്ടില്ല ഇത്രയും ഒരു സെപ്പറേഷനിലേക്ക് പോകും, അല്ലെങ്കിൽ ഇത്രയൊക്കെ പ്രോബ്ലം ആയി തീരും എന്നുള്ളത് ഈ പേഴ്സൺ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അത് മറ്റൊരു സത്യമാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും നിങ്ങൾ അകന്നു പോയി? അതെ, എന്തുകൊണ്ടാണ് നിങ്ങൾ രണ്ടുപേരും ഇത്രമാത്രം അകന്നു പോയത്? ഇത്രമാത്രം അകലത്തിലേക്ക് പോയത് എന്തുകൊണ്ടാണ്? നമുക്ക് നോക്കാം. വാട്ട് വിൽ ബി ദ എനർജി? 6 ഓഫ് റോസസ് ആണ് കിട്ടിയിട്ടുള്ളത്. ദ വാർ ഓഫ് ദ റോസസ് ആണ്. ഓക്കെ, ഇവിടെ ഒരു യുദ്ധമായിട്ട് കാണിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. 2 കൊട്ടാരങ്ങളാണ് അല്ലേ? ഇവിടെ ഒരു കൊട്ടാരം, ഇവിടെ ഒരു കൊട്ടാരം. ആൻഡ് ഓൾസോ ഇവിടെ ഒഴിഞ്ഞു കിടക്കുന്ന വലിയൊരു ഒരു സ്ഥലം, ഒരു ഗ്രൗണ്ട് ആണ്. ആൻഡ് ഓൾസോ അവിടെ 2 ആൾക്കാരായിട്ട് തരം തിരിച്ചിട്ടുണ്ട്. ഇവിടെ ഈ ഒരു രാജ്യത്തെ ഒരു വാരിയേഴ്സ് ആണ്, ഇവിടെ ഈ ഒരു രാജ്യത്തെ വാരിയേഴ്സ് ആണ്. രണ്ടുപേരും യുദ്ധത്തിന് നിൽക്കുകയാണ്. ഒരെണ്ണം വൈറ്റ് റോസ്, ഒരെണ്ണം റെഡ് റോസ്. അതായത് തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളുടെ 2 പേരുടെയും വീട്ടുകാർ തന്നെയാണ് നല്ല രീതിയിലുള്ള പ്രശ്നക്കാരായിട്ടാണ് കാണിക്കുന്നത്. ഇവിടെ നിങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉള്ളതായിട്ട് കാണിക്കുന്നില്ല. ഏറ്റവും കൂടുതൽ തേർഡ് പാർട്ടി ആയിട്ടുള്ള സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഒരു വാർ ആണ്. വാർ എന്ന് പറയുമ്പോൾ തന്നെ ഒരു യുദ്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു സമാധാനമില്ലാത്ത ഒരു കലാപം, പ്രശ്നങ്ങൾ ഒക്കെയാണ് കാണിക്കുന്നത് അല്ലേ, സൂചിപ്പിക്കുന്നത്. ഒരിക്കലും ഒരു സമാധാനത്തെ സൂചിപ്പിക്കുന്ന ഒരു എനർജി അല്ല വാർ എന്ന് പറയുന്നത്, യുദ്ധം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ തീർത്തും ഇവിടെ ഒരു യുദ്ധഭൂമിയായി മാറിയിരിക്കുകയാണ് നിങ്ങളുടെ ഈ ഒരു കണക്ഷന്റെ ഒരു രീതി വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ. കാരണം അത്രമാത്രം എതിർപ്പുകൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അത് ചിലപ്പോൾ പാരൻസ് തൊട്ട് തന്നെ ഇതിനോട് യോജിക്കുന്നില്ലായിരിക്കാം. അവര് പോലും മാറ്റി പറയുന്നുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം പറയുന്നില്ലായിരിക്കാം. മേ ബി നിങ്ങളുടെ പാരൻസ് പോലും അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സ് പോലും ഈ ഒരു ബന്ധം എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടാകാം. അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുകാരും ഈ പേഴ്സന്റെ വീട്ടുകാരും തമ്മിൽ പ്രോബ്ലംസ് ഉണ്ടാകാം. അങ്ങനെയുള്ള എല്ലാ വിധത്തിലുള്ള സാധ്യതകളും നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട്. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. അത്രയും ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിട്ടാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിനാരിയോ ആയിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ചിലപ്പോൾ നിങ്ങളുടെ റിലീജിയൻ പരമായിട്ടുള്ള വ്യത്യാസങ്ങളാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ പഠന സംബന്ധമായിട്ടുള്ള വിദ്യാഭ്യാസ മേഖലകളിലാകാം, സാമ്പത്തികപരമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് പ്രകാരമായിട്ടാകാം. അങ്ങനെ പല രീതിയിലും നിങ്ങൾക്കിടയിൽ വ്യത്യാസങ്ങളുണ്ട്. അറ്റ് ദ സെയിം ടൈം നിങ്ങളുടെ 2 പേരുടെയും വീട്ടുകാരുടെയും ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും രണ്ടും 2 ദിക്കിലാണ്. ഓക്കെ, അതായത് ഒരു കൂട്ടര് ലെഫ്റ്റിലോട്ടാണെങ്കിൽ മറ്റേ കൂട്ടര് റൈറ്റിലോട്ടാണ്. ആ ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു ഒന്നിപ്പിന്റെയോ അല്ലെങ്കിൽ ഒന്നിച്ചു നിൽക്കുന്നതിൻ്റെയോ ആയിട്ടുള്ള ഒരു രീതി നമുക്കിവിടെ കാണാൻ കഴിയുന്നില്ല. അപ്പൊ നിങ്ങളാണെങ്കിലും നിങ്ങളുടെ പാരൻസിന്റെയും വേണ്ടപ്പെട്ടവരുടെയും സമ്മതത്തിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഈ പേഴ്സൺ ആണെങ്കിൽ പോലും അങ്ങനെ തന്നെയാണ്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെയും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ബട്ട് ഈ ഒരു എനർജി ഇപ്പോൾ ഇങ്ങനെയാണ്. ഇത് കാരണമാണ് നിങ്ങൾക്കിടയിൽ ഇത്രമാത്രം നിങ്ങൾ 2 പേരും അകന്നു പോയത് എന്നാണ് കാണിക്കുന്നത്. ഇനി ഈ റിലേഷൻഷിപ്പിന്റെ എനർജിയിലേക്ക്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഏത് എനർജിയിലേക്കാണ് പോകുന്നത്, അതായത് ചുരുക്കി പറഞ്ഞാൽ ഫ്യൂച്ചറിൽ എന്താകും, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്പർ 6 ആണ് കിട്ടിയിട്ടുള്ളത്. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു നമ്പർ ആണ്. ദ ഡിവൈൻ ഫിസീഷ്യൻ ആണ് കിട്ടിയിട്ടുള്ളത്. കാരണം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്, വളരെയധികം ഹീലിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തിയെയാണ് കാണിക്കുന്നത് അല്ലേ. ഒരു പേഴ്സൺ നിന്ന് പ്രശ്നം പറയുന്നുണ്ട്, ആൻഡ് ഓൾസോ ഈ പേഴ്സന്റെ കയ്യിൽ നിന്നും ഒരു പ്രത്യേക തരത്തിലുള്ള വെളിച്ചം വരുന്നു, അതിലൂടെ ഹീലിംഗ് സംഭവിക്കുന്നു, ഒരു സമാധാനം സംഭവിക്കുന്നു. ആ ഒരു സിറ്റുവേഷൻ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് ഒരു പുതിയ എനർജി കടന്നു വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അത് ഏത് രീതിയിലാണെന്ന് അറിയില്ല. ചിലപ്പോൾ ഒരു സ്പിരിച്വൽ അഡ്വൈസർ ആയിരിക്കാം, അല്ലെങ്കിൽ ഇപ്പൊ ജോത്സ്യനായിരിക്കാം, അല്ലെങ്കിൽ എന്താ പറയാ ഒരു പ്രീസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, പള്ളിയിലച്ഛനായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലെ മൂത്ത് നിൽക്കുന്ന അതായത് മൂത്ത ആൾക്കാര്, അതായത് ഭയങ്കര വയസ്സിന് ഭയങ്കര ഈ മൂത്തതായിട്ടുള്ള ആൾക്കാരില്ലേ, എൽഡർ ആയിട്ടുള്ള ആൾക്കാരില്ലേ, അവരായിരിക്കാം. എന്തോ കുറച്ചും കൂടി ഒരു ഹൈ ആയിട്ട് നിൽക്കുന്ന ആൾക്കാര്
ഹൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ പണം കൊണ്ടും അല്ലെങ്കിൽ ഭയങ്കര ഇതുകൊണ്ടും ഉയർന്നു നിൽക്കുന്ന ആൾക്കാരാണ്, അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. കുറച്ചും കൂടി അറിവുകൾ കൊണ്ടും അല്ലെങ്കിൽ ചിലപ്പോൾ പ്രായം കൊണ്ടും അല്ലെങ്കിൽ സ്പിരിച്വൽ പരമായിട്ടുള്ള ആത്മീയപരമായിട്ടുള്ള മേഖലകളിലൊക്കെ നല്ല രീതിയിൽ അറിവുള്ള ഒരു പേഴ്സൺ ആയിരിക്കും ആ ഒരു വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് കടന്നു വരാൻ പോവുകയാണ്. അവരുടെ ഭാഗത്ത് നിന്ന് ശക്തമായിട്ടുള്ള ഒരു ഒരു ഉപദേശം അല്ലെങ്കിൽ ഒരു ശക്തമായിട്ടുള്ള ഒരു ഇടപെടലുകൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, ചിലപ്പോൾ ഇതിപ്പോ ഒരു ജോത്സ്യനായിരിക്കാം, അല്ലെങ്കിൽ ഒരു ടാരറ്റ് റീഡർ ആയിരിക്കാം, എന്ത് വേണമെങ്കിലും ആകാം. നിങ്ങളെ സ്പിരിച്വാലിറ്റിയിലേക്ക് കൊണ്ടുവരാനും ഈ ഒരു പ്രശ്നങ്ങളുടെ നടുവിൽ നിന്നും ഈ ഒരു റിലേഷൻഷിപ്പിനെ കാത്തു സൂക്ഷിക്കാനും പ്രൊട്ടക്റ്റ് ചെയ്യുവാനും വേണ്ടിയിട്ട് ഒരു പുതിയ വ്യക്തി ഈ റിലേഷൻഷിപ്പിലേക്ക് കടന്നു വരുന്നതായിരിക്കും. അത് ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും ആയിരിക്കാം, നിങ്ങളുടെ ചിലപ്പോൾ അച്ഛന്റെ സ്ഥാനത്തുള്ള ആരെങ്കിലും ആയിരിക്കാം, അമ്മയുടെ സ്ഥാനത്തുള്ള ആരെങ്കിലും ആയിരിക്കാം, അതൊക്കെ ആകാട്ടോ. അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെയും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ ഈ വരാൻ പോകുന്ന ഈ വ്യക്തി എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും. അത് സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ, വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും. ഈ വ്യക്തി എന്ത് കാര്യമാണോ വിചാരിക്കുന്നത് അത് നേടിയെടുക്കാനും ഇപ്പൊ നിങ്ങളുടെ ഇഷ്ടം എന്താണോ അതിനനുസരിച്ച് പ്രവർത്തിക്കാനും ഒക്കെ വളരെ കഴിവുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത്. ദൈവത്തിന്റെ നല്ല രീതിയിലുള്ള ഒരു പ്രസാദം അല്ലെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹം ഈ പേഴ്സന് നല്ല രീതിയിൽ തന്നെ ഉണ്ടായിരിക്കും. തേർഡ് ഐ ചക്ര വളരെയധികം ആക്റ്റീവ് ആയിരിക്കും. അതുപോലെ റൂട്ട് ചക്രയും വളരെയധികം ആക്റ്റീവ് ആയിരിക്കും. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത്. സൈക്കിക് എബിലിറ്റി ഉള്ള പേഴ്സൺ ആണ്. ഇൻഡ്യൂഷൻ വളരെയധികം വർക്കൗട്ട് ആകുന്ന ഒരു പേഴ്സണും കൂടി ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ ഇത്രയും ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ഈ റിലേഷൻഷിപ്പിലേക്ക് വരും എന്നാണ് കാണിക്കുന്നത്. അതിലൂടെ നിങ്ങളുടെ ഈ ഒരു പ്രോബ്ലംസ് മാറും, അല്ലെങ്കിൽ ഒന്നിനും ഒരു തീരുമാനമില്ലാതെ കിടക്കുന്ന ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു തീരുമാനം ഉണ്ടാകും എന്നാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ആൻഡ് ഓൾസോ സ്പിരിറ്റ് ഗൈഡ്സ് എന്താണ് നിങ്ങളോട് പറയാൻ താല്പര്യപ്പെടുന്നത്? ക്വാൻ യിങ്, കെയർ ആൻഡ് കമ്പാഷൻ, choose to be love, do what is right for everyone involved, offer a helping hand. അപ്പൊ തീർച്ചയായിട്ടും സ്പിരിറ്റ് ഗൈഡ്സും ഈ ഒരു സെയിം എനർജി തന്നെയാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്താണ് കൃത്യമായിട്ടുള്ള ഒരു വ്യക്തി നിങ്ങളെ സഹായിക്കാനായിട്ട് വരും. ഓക്കെ, അത് ചിലപ്പോൾ നിങ്ങളുടെ ദൈവം തന്നെ നേരിട്ട് അയക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ കൃഷ്ണഭക്തരായിരിക്കാം, ജീസസിൽ വളരെയധികം വിശ്വസിക്കുന്ന ആൾക്കാരായിരിക്കാം. ഓക്കെ, എന്ത് വേണമെങ്കിലും സോ നമുക്കിവിടെ പറയാനായിട്ട് സാധിക്കുന്നത് ഉറപ്പായിട്ടും ഒരു എന്താണ് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഹെൽപ്പിംഗ് ഹാൻഡ്, അതായത് സഹായിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് ഒരു കൈ, ഒരു ഹെൽപ്പിംഗ് ഹാൻഡ്, ഓക്കെ, അത് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും, നിങ്ങൾക്കോ ഈ പേഴ്സണോ തീർച്ചയായിട്ടും ഒരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള ഒരു വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം നേരിട്ട് അയക്കുന്നതാകാം, അല്ലെങ്കിൽ യൂണിവേഴ്സ് അയക്കുന്നതാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷന്റെ ഫലമായിട്ട് വരുന്നതാകാം, പ്രാർത്ഥനയുടെ ഫലമായിട്ട് വരുന്നതാകാം. ഓക്കെ, അത് മാത്രമല്ല, ഇത് നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിന്നും വരുന്ന വ്യക്തി പോലും ആകാം. കാരണം നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സണും നിങ്ങൾ തമ്മിൽ ഉറപ്പായിട്ടും ഒരു കർമ്മം ഉണ്ടാകും. പക്ഷെ അത് നല്ല കർമ്മമായിരിക്കും എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അങ്ങനെ വരട്ടെ, എത്രയും പെട്ടെന്ന് അങ്ങനെ ഒരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി, സഹായിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരാൾ വരട്ടെ, അത് സക്സസ്ഫുൾ ആകട്ടെ. ഓക്കെ, ആൻഡ് ഓൾസോ നമുക്ക് യൂണിവേഴ്സൽ മെസ്സേജ് എന്താണെന്ന് നോക്കാം. യെസ്, ഇറ്റ്സ് എ ജേർണി എന്നാണ് കാണിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു ജേർണി തന്നെയാണ്. അങ്ങനെ തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. യൂണിവേഴ്സ് അങ്ങനെയാണ് കാണിക്കുന്നത്, നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇതൊരു സായാഹ്നമാണ്, ഇതൊരു യാത്രയാണ്. ഈ യാത്രയിൽ നിന്നും നിങ്ങൾക്ക് പുറത്തേക്ക് കടക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഈ യാത്ര മുഴുവനായിട്ട് തീരാതെ നിങ്ങൾക്ക് ഇതിൽ നിന്നും ഒരു റിലീസ് ഇല്ല. അപ്പൊ ഇതൊരു ജേണിയാണ്. ആൻഡ് ഓൾസോ ഇതൊരു പാഠമാണ്, ഇതൊരു ലെസൺ ആണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഇത് നിങ്ങളുടെ സോള് അനുഭവിക്കേണ്ട, എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ബന്ധം കൂടിയാണെന്ന് കാണിക്കുന്നു. ഓക്കെ, സോ ഇതൊരു ജേണിയാണ്, ഇതൊരു സോൾ ജേണിയാണ്. നിങ്ങളുടെ സോളും ഈ പേഴ്സണും തമ്മിലുള്ള ഒരു സോൾ ജേണി ആയിട്ടാണ് കാണിക്കുന്നത്. സോ ഇതൊരിക്കലും നിങ്ങൾക്ക് വേണ്ടാന്ന് വെക്കാനോ, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് പോലെ ഓക്കെ എനിക്ക് ഈ റിലേഷൻഷിപ്പ് മതിയായി, എനിക്ക് ഇതിൽ നിന്ന് മോചനം വേണം എന്ന് പറയുമ്പോൾ അങ്ങനെ പെട്ടെന്ന് ഇതിൽ നിന്ന് പോകാൻ പറ്റുന്ന ഒരു സാധാരണ രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ല ഇത്. അത് ആദ്യം മനസ്സിലാക്കുക. നമുക്ക് കുറച്ച് ക്ലൂസ് കിട്ടിയിട്ടുണ്ട്, നമുക്ക് നോക്കാം.
യെസ്, എച്ച് കിട്ടിയിട്ടുണ്ട്, ആൽഫബറ്റ് ലെറ്റർ എച്ച്. സി കിട്ടിയിട്ടുണ്ട്, വി കിട്ടിയിട്ടുണ്ട്. ഫീലിംഗ് ഓൾവേസ് ഗിൽറ്റി, പശ്ചാത്താപം വരുന്നുണ്ട്, തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണിക്കുന്നു. ട്രസ്റ്റ് ഇഷ്യൂസ്, വിശ്വാസക്കുറവ് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. യെസ്, ധാരാളം ശത്രുക്കളുള്ള ഒരു കണക്ഷൻ ആയിട്ട് കാണിക്കുന്നു. ക്രൈയിങ്, ചിലപ്പോൾ കരയുന്നുണ്ടാകാം. ഇറിറ്റേറ്റഡ്, ഇറിറ്റേഷൻ ആകുന്ന ഒരു ഡിസ്റ്റർബ് ആവുക, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കാണിക്കുന്നു. ലെറ്റർ പി കിട്ടിയിട്ടുണ്ട്, എക്സ് കിട്ടിയിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ക്ലൂസ്. അപ്പൊ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയാ. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ബൈ.